ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്, 4 മണി സമയത്ത് തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് സമയം ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ 4:30 ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ദൈവ റൂം തുറന്ന് അതിന് ശേഷം അതിലുള്ള തിരിയെല്ലാം ഒന്ന് മാറ്റി ഒന്ന് കറക്റ്റ് ചെയ്ത് പുതിയ തിരിയെല്ലാം ഇട്ട് കൊടുത്ത് എണ്ണയെല്ലാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഉമ്മറം പാലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് അടിച്ചു. അതിന് ശേഷം നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് അതുപോലെ ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ അവിടെ എല്ലാം അടിച്ചു. അതിന് ശേഷം താഴെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നമ്മുടെ പൂജാ റൂമൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെയാണ് ഈ പൂജാ റൂമൊക്കെ തുടച്ചെടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ പൂജാ റൂമൊക്കെ തുടച്ച് അതുപോലെ തന്നെ നമ്മുടെ കട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ എന്താ പറയുക, നമുക്ക് മിറ്റം ഓടിക്കണം. നമ്മൾ മിറ്റം ഓടിച്ചില്ല. അപ്പം ഞാനിത് തുടച്ച് വെച്ചിട്ട് നമ്മൾ പോയിട്ട് മിറ്റം ഓടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക തുടച്ചതൊക്കെ ഒന്ന് വെടിച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം അടിച്ചു കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ നമ്മൾ പൈപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് നമുക്ക് ഒന്നുമില്ല പൈപ്പിട്ട് ഇങ്ങനെ നനയ്ക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം തെളിക്കുക കേട്ടോ. സാധാരണ നമ്മുടെ ഈ ഭാഗത്തുനിന്നും, നമ്മുടെ ഭാഗത്തല്ല, നമ്മൾ മലയാളികൾ പൊതുവേ അങ്ങനെ വെള്ളം തെളിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഓസ് കൊണ്ട് തന്നെ ഒന്ന് നനച്ച് വിടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക മിറ്റം ഫുള്ളായി തന്നെ നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കോലം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുഞ്ഞു കോലം നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോലം ഇടുന്നത്. അപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ട് തന്നെ കോലം ഇടുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഇടുമ്പോൾ നമുക്കത് ശരിയാവുമായിരിക്കും. അപ്പോൾ നമുക്കറിയുന്നത് പോലെ ഒരു കുഞ്ഞു കോലം വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാനില്ല കേട്ടോ. രാവിലെ നേരം പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് 4:45 ആകുമ്പോഴേക്കും തന്നെ വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് കത്തിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ചെയ്യും പോലെ അടുപ്പിൻ്റെ അവിടുന്ന് വിളക്ക് കത്തിച്ചുകൊണ്ട് വന്ന് ഉമ്മറത്തൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാറ് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതാണ്. അപ്പോൾ തുടച്ച് വൃത്തിയാക്കി അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വിളക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസവും അതൊരു സന്തോഷം കാണാനുള്ള ഒരു സുഖവും എല്ലാം ഒരു ഇത് തന്നെ ഇപ്പോൾ നല്ല ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ അതെല്ലാം കത്തിച്ചു. അതിന് ശേഷം നമ്മുടെ അടുക്കളയിലെ വിളക്ക് കത്തിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിൽ എന്താ പറയുക ദൈവ റൂമിൽ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ദൈവത്തിന് പ്രസാദം നിവേദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ വിളക്ക് അങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്നതോടൊപ്പം തന്നെ ഭഗവാന് എന്തെങ്കിലും പ്രസാദം വെക്കണം എന്നുകൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ വെള്ളവും അതുപോലെ തന്നെ ആപ്പിളുമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിന് ശേഷം തൊഴുതലൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കർപ്പൂര ആരതിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ എണീച്ച് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും നമുക്ക്. അതിന് ശേഷം ഞാൻ പിന്നെ ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നമ്മുടെ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കിണ്ടി അന്ന് കേടുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പുതിയ കിണ്ടി നമുക്ക് പിന്നെ കിട്ടി കേട്ടോ. ഞങ്ങളത് വാങ്ങിയ കടയിൽ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു അത് കിട്ടുമ്പോൾ കേട്ടോ. അതേ മോഡൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് വേറെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചു.
ചായക്കുള്ള വെള്ളം വെച്ചു, നമ്മുടെ റൗലിക്ക് പാല് കൊടുത്തു. പിന്നെ ചായയൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ചായ എല്ലാം കുടിച്ച് വന്നതിന് ശേഷം നമ്മൾ കൂട്ടാൻ വെക്കാൻ പോവുകയാണ്. പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പടുവളങ്ങും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് മല്ലിയും മുളകും വറുത്തത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്കറിൽ വിസിലടിച്ചിട്ടല്ല, തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അത് തിളച്ചൊക്കെ വരുന്ന നേരം കൊണ്ട് ഞാൻ പോയി പൂവെല്ലാം ഒന്ന് പറിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂവെല്ലാം ഒന്ന് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ പോയി നോക്കുമ്പോഴേക്കും നമ്മുടെ കൂട്ടം നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പടുവളങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അത് നന്നായി വെന്ത് വന്നതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, എന്താ പറയുക നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, ഈ വെള്ളം തന്നെ പാകമാണ് കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം ഞാനതൊന്ന് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ കടുക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വെളിച്ചെണ്ണയും കടുകും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഇന്നലെ വെച്ചതിൻ്റെ ബാലൻസ് കുറച്ച് ചേരി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ അത് റെഡിയായപ്പോൾ അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് വതക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരി പൊടിപ്പിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തുണിയൊക്കെ വിരിച്ച് ഒന്നിച്ച് ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൊടിപ്പിട്ട് നന്നായി തന്നെ ആവി കയറ്റി റെഡിയായി വരും. പിന്നെ ഈ സമയം കൂടി ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ അത് ആവി വന്ന് കറക്റ്റായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടും കുറ്റിയിലും ഉണ്ടാക്കാം, പക്ഷേ ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഒരേ അടിക്ക് തന്നെ എല്ലാം നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഈ സമയം കൂടി ഞാൻ മുട്ടയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡിയായി. അതിന് ശേഷം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ നന്നായി തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഡീപ്പ് ക്ലീൻ ചെയ്തതായിരുന്നു, അതുകൊണ്ട് ഇതുപോലൊരു തുണി വെച്ച് നന്നായി തുടച്ചെടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം കുക്കിംഗ് പണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നേരത്തെ എണിക്കുകയാണെങ്കിൽ വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പണികളെല്ലാം തീർത്ത് ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടും കേട്ടോ. അതുമാത്രമല്ല നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും കേട്ടോ. നേരത്തെ ഭക്ഷണം കഴിക്കാനും ആകും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ നേരത്തെ എണിക്കുന്നത് കൊണ്ട് അങ്ങനെയും കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് നല്ല ഒരു ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് റെഡിയായി വരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ പെട്ടെന്നൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനായി കാണുമ്പോൾ അതൊരു സന്തോഷമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ തിരിയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, നമ്മുടെ പണി ആകാത്തതുകൊണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ എണീച്ച് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാവാറുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഒന്ന് ലേറ്റായി എണീച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസവും പോക്കായിരിക്കും. നമുക്ക് ഒരു കാര്യം കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, അങ്ങനെയും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നേരത്തെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകി എണീക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. 7:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഏകദേശം കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അശ്വമൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ അക്ഷയ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 7:30 ആകുമ്പോഴേക്കും തന്നെ ഏകദേശം പണികളെല്ലാം തീർന്നിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ അക്ഷയ പോകാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നേരത്തെ തന്നെ ചെയ്തു കേട്ടോ. പിന്നെ അക്ഷയൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏതായാലും അവൾ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ജോലികൾ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് നേരം ഇരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയ പോയതിന് ശേഷം കുറച്ച് നേരം ഇരിക്കും.
ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നേരത്തെ പണിയായപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വൈകിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്ഷയ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അക്ഷയ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ അശ്വിൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എന്താ പറയുക, അക്ഷയ പോയി കഴിഞ്ഞാൽ ഞാനും ഭക്ഷണം കഴിച്ചു കേട്ടോ. നേരം 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും തന്നെ നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ 9 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ സമയം. പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദൈവ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ റൂം വൃത്തിയാക്കേണ്ട ഒരു ജോലി കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതും കൈയോടെ പെട്ടെന്ന് തീർത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ദൈവ റൂമിലെ സാധനങ്ങളെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ദൈവ റൂമിലെ ഫോട്ടോസുകളും അതുപോലെ വിളക്കുകളും എല്ലാം എടുത്ത് വെളിയിൽ വെച്ച് സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.